പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഷാഫി പറമ്പിലിൻ്റെ പ്രവർത്തനമാണ്. ഷാഫി പറമ്പിൽ 60 മണ്ഡലത്തിൽ ഓടി നടന്നു എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി ഷാഫി പറമ്പിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവിടെ മുസ്ലിം ഏകീകരണം നടക്കുകയും ഇവിടെ ഹിന്ദു ഏകീകരണം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഷാഫി പറമ്പിലിൻ്റെ പ്രവർത്തനമാണ്. ഷാഫി പറമ്പിൽ 60 മണ്ഡലത്തിൽ ഓടി നടന്നു എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി ഷാഫി പറമ്പിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവിടെ മുസ്ലിം ഏകീകരണം നടക്കുകയും ഇവിടെ ഹിന്ദു ഏകീകരണം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പരാജയം ഉറപ്പിച്ച അന്തംകമ്മി അടിമകള്, സഖാവുമല്ല സംഘാവുമല്ല സഖാക്കളുമല്ല സംഘ്യവുമല്ല സംഘാക്കളായി പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ ഈ സംഘാവ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ന് ആന്തൂര് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ LDFന്റെ സ്ഥാനാർത്ഥി ചെയർപേഴ്സൺ ആയിരുന്ന ആന്തൂർ നഗരസഭ, ആ ആന്തൂർ നഗരസഭയിലെ സാജന ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ ആന്തൂരില്, അതേ ആന്തൂരില് ഇന്ന് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവിടെയുള്ള സഖാക്കള് വലിയ വിമർശനങ്ങൾ പാർട്ടിക്ക് നേരെ ഉയർത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഈ പറയുന്ന കേഡർ പ്രവർത്തകരെ RSSകാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ വിമർശനം. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് കൃത്യമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആ നിമിഷം മുതൽ CPMന്റെ കേഡർ പ്രവർത്തകരെ RSSകാരായി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് RSSന്റെ ആചാര്യൻ ശ്രീ M ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പിന്നീടൊരു വട്ടം നമുക്ക് പറയാം വിശദമായിട്ട്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു കൺവേർഷൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ കൺവേർഷൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽപ്പെടുന്ന ആളുകൾ ഈ സഖാവുമല്ല സംഘ്യവുമല്ല സംഘാവ് എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഷാഫിക്കെതിരെ നടത്തിയ ഒരു വർഗീയ ക്യാമ്പയിൻ ഉണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപല്ല, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്തംകമ്മി അടിമകൾ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്ന അതേ കാര്യം ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഒന്നാം തരം ക്രിമിനല് അതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്ത് അടിസ്ഥാനമാണ് ഇതിനുള്ളത്? അപ്പോൾ ഒരു അടിസ്ഥാനവുമില്ലാതെ ഇത്തരത്തിൽ പച്ച നുണകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം അന്തംകമ്മി അടിമകൾ സൈബർ ഇടങ്ങളിൽ പറയുന്നതും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ക്രിമിനൽ, അവനിക്ക് ആ മാധ്യമ സ്ഥാപനത്തിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആൻഡോ അഗസ്റ്റിൻ എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകനായത്? ആൻഡോ അഗസ്റ്റിൻ ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകനല്ല. അവന് വയനാട്ടിലെ പാവങ്ങളായിട്ടുള്ള ഗോത്ര വിഭാഗക്കാരെ പറ്റിച്ച് അവിടെയും വലിയ ഒരു വർഗീയത നടന്നിട്ടുണ്ട്. ഇവൻ നല്ല ഒന്നാം തരം കാസക്കാരനാ. ഇവൻ ഇതിനു മുമ്പ് കാസയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നവനാ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്നത്. ഇവൻ വയനാട്ടിലെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പറ്റിച്ച് അവരുടെ തലയിൽ കെട്ടിവെച്ച് അവരെ പറ്റിച്ച് കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിച്ചുണ്ടാക്കിയ പണം, ആ കാട്ടുകള്ളം വീരപ്പൻ ആ പണം ഉപയോഗിച്ച് ഒരു മാധ്യമ സ്ഥാപനം വിലക്ക് വാങ്ങുന്നു. എന്നിട്ട് വന്നിരുന്നിട്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം വിളിച്ചു പറയുക. ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കന്മാരോടാണ്. ഈ പറയുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മൈക്കും കോലുമായി ആരെങ്കിലും വരുമ്പോൾ അവറ്റകളെ പടിക്ക് പുറത്ത് നിർത്താനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മറ്റു മാധ്യമങ്ങളിലൂടെ പറയാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിലൂടെ പറയാം. നിങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ മൈക്ക് കെട്ടിയിട്ട് പറയാം. അതിനപ്പുറത്തേക്ക് ഈ വരുന്ന ആളുകളെ പടിക്ക് പുറത്ത് നിർത്താൻ സാധിക്കണം. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കാരണം സൈബർ അടിമകളുടെ ആചാര്യനാര MV നികേഷ് കുമാറാണ്. ആ നികേഷ് കുമാർ ഇപ്പോഴും ചില ക്യാപ്സൂളുകൾ ഈ പറയുന്ന റിപ്പോർട്ടർ TVയിലേക്കും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവനെ പോലെയുള്ള ക്രിമിനലുകൾ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, കേരളത്തിൻ്റെ ഒരു വിധിയെ
നമ്മുടെ തലയിൽ എഴുത്തുനിന്ന് നോക്കിയേ, ഏതോ ഒരു ക്രിമിനൽ, പക്ക ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ തെമ്മാടി, തട്ടിപ്പും വെട്ടിപ്പും മാത്രം കൈവശമുള്ള ഒരു ക്രിമിനൽ തെമ്മാടി ഒരു മാധ്യമ സ്ഥാപനം വിലക്ക് വാങ്ങിയിട്ട് ആ ക്യാമറയ്ക്ക് മുന്നിൽ ന്യൂസ് റൂമിൽ വന്നിരുന്നു കൊണ്ട് നമ്മളോട് കുരച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ ബോധ്യത്തെക്കുറിച്ചാണ് നമ്മളോട് കുരക്കുന്നത്. കേരളത്തിലെ ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാ? ഒരു ഒന്നാം തരം ക്രിമിനൽ. ഈ ക്രിമിനലിന്റെ അവകാശവും അർഹതയും എന്താണ്? നിങ്ങളൊന്ന് ആലോചിക്കണം. വളരെ കൃത്യമായിട്ട് നല്ല ഒന്നാം തരം ക്രിമിനൽ കുരച്ചുകൊണ്ടിരിക്കുകയാ. ഈ കുര ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമം, അതും ഈ പറയുന്ന അന്തംഗമി അടിമകൾ പറയുന്നത് പോലെയാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ക്രിമിനൽ പണത്തിന്റെ അഹങ്കാരം കൊണ്ട്, ധാർഷ്ട്യം കൊണ്ട് പറയുന്നത് അതുപോലെ നമുക്ക് കാണാൻ കഴിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ഷാഫി പറമ്പിൽ പോകുന്നിടത്ത് മുസ്ലിം ഏകീകരണവും അതുപോലെ തന്നെ മറുവിഭാഗത്തിൽ ഈ പറയുന്ന ഹൈന്ദവ ഏകീകരണവും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഏത് മണ്ഡലത്തിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? ഷാഫി പോയടത്തൊക്കെ മുസ്ലിമാണോ ഹൈന്ദവനാണോ നോക്കിയിട്ടാണോ ആള് കൂടിയിട്ടുള്ളത്? അയാളെ കാണാനും അയാളെ സ്വീകരിക്കാനും അയാളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനും ആളുകൾ തയ്യാറായത് ഈ പറയുന്ന ഹൈന്ദവനാണോ മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടാണോ? പാർട്ടി പോലും നോക്കിയിട്ടില്ല. കോൺഗ്രസ്സുകാരനാണോ ലീഗുകാരനാണോ അല്ല വേറെ വല്ല ആളാണോ എന്ന് നോക്കിയിട്ടില്ല. അവിടെ പാർട്ടി ഇല്ലാത്തവനും എന്തിന് ഒറിജിനൽ സഖാക്കൾ പോലും ഷാഫിയെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട് ഇല്ലേ? ഇനി ഈ പ്രചരണത്തിന് പോയത് വിട്. ഈ ഷാഫി പറമ്പിൽ കേരളത്തിൽ മത്സരിച്ച 2 മണ്ഡലങ്ങളെന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. 2 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ലോക്സഭയാണ്, ഒന്ന് നിയമസഭാ മണ്ഡലമാണ്. ഇനി നിയമസഭാ മണ്ഡലം എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പാലക്കാടാണ്. പിന്നെ ഷാഫി മത്സരിച്ച വടകര ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളൊന്നും എടുത്ത് പരിശോധിക്കും നിങ്ങൾ. ഒന്ന് കൂത്തുപറമ്പാണ്, തലശ്ശേരിയാണ്, വടകരയാണ്, കുറ്റ്യാടിയാണ്, നാദാപുരമാണ്, പേരാമ്പ്രയാണ്, കൊയിലാണ്ടിയാണ്. 7 മണ്ഡലങ്ങൾ വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ, 1 മണ്ഡലം പാലക്കാട്. ഇവിടുത്തെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. ഷാഫി പ്രചരണത്തിന് പോയത് മാത്രമല്ല, ഷാഫി മത്സരിച്ചു ഈ മണ്ഡലങ്ങളിൽ. ഇവിടെ ഈ പറയുന്ന ഈ കാട്ടുകള്ളൻ വീരപ്പൻ പറയുന്നത് പോലെ ഹൈന്ദവ വോട്ടുകൾ ഒരു സൈഡിലും ഒരു ഭാഗത്തും മറുഭാഗത്ത് മുസ്ലിം വോട്ടുകളും ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാലക്കാട് നിന്ന് 3 തവണ ഷാഫി പറമ്പിൽ വിജയിച്ച് കയറുമോ? വടകരയിൽ നിന്ന്, വടകര ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, ഈ 7 മണ്ഡലങ്ങൾ, 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ച് കയറുമോ? അവിടുത്തെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അവിടുത്തെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള ആളുകളാ. എന്നിട്ടും ഇത്തരത്തിൽ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ അടിസ്ഥാനമേ ഉള്ളൂ അല്ലേ? ഇനി ഷാഫി പറമ്പിൽ ഈ പ്രചരണത്തിന് പോയ ഇടങ്ങൾ, അവിടെ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഹൈന്ദവ വോട്ടുകൾ, മറുഭാഗത്ത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ ഷാഫി പോയ ഇടങ്ങളിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറുമോ? ഒരിക്കലും വിജയിച്ചു കയറില്ല. അപ്പോൾ ഈ പറയുന്നത് ശുദ്ധ തമ്മാടിത്തരം എന്നല്ലാതെ ഞാൻ ആലോചിക്കുന്നത് ഇവനൊക്കെ എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകനാകുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എന്താണ് അതിൻ്റെ മാനദണ്ഡം? എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, ഒരു ക്രിമിനൽ പണമുണ്ടെങ്കിൽ എന്തുമാവാം. അതെങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്? പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പും അല്ലാതെ ഇവൻ നേരായ മാർഗത്തിൽ 1 രൂപ സമ്പാദിച്ചിട്ടുണ്ടോ? ജനങ്ങളെ പറ്റിച്ച്, പൊതുമുതൽ കൊള്ളയടിച്ച്, കാട്ടുകള്ളം വീരപ്പൻ, എന്നിട്ടൊരു സ്ഥാപനം വിലക്ക് വാങ്ങിയിട്ട് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഒരു മാനദണ്ഡവും ഇല്ല, വന്നിരിക്കുകയാ. എന്നിട്ട് ആരോ പടച്ചു വിടുന്ന ക്യാപ്സൂളുകൾ ഏറ്റുപിടിച്ചിട്ട് അതിനനുസരിച്ച് സംസാരിക്കുക അല്ലേ? അതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായിട്ട്, ഷാഫി എന്ന് പറയുന്ന ഒരു ജനനായകന്റെ സമ്മതിത ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത, അയാൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്വാധീനമുണ്ട്. അത് തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്,
കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ഏത് പാർട്ടിയിൽ നിന്നുള്ള UDF-ൽ പെടുന്ന ഏത് പാർട്ടിയിൽ നിന്നുള്ള ഏത് നേതാക്കന്മാരാവട്ടെ, നിങ്ങളുടെ മുന്നിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് മൈക്കും കോലുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പടിക്ക് പുറത്ത് നിർത്താൻ നിങ്ങൾ തയ്യാറാവണമെന്നുള്ളതാ. ഒരു രീതിയിലും മടിപ്പിക്കരുത്. അതേ വഴിയുള്ളൂ, അതാണ് മാർഗവും. കാരണം ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയലല്ല ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടത്. വർഗീയത, അന്തംഗമ്യ അടിമകള് ഷാഫിയെ വർഗീയവാദിയാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് കുഴലൂതുകയല്ല ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ടത്. ഒരു മാനദണ്ഡവുമില്ല, ഒരടിസ്ഥാനവുമില്ല, വ്യാജങ്ങളും പച്ച നുണകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഷാഫി കേരളത്തിൽ 60 ഷാഫി 80+ മണ്ഡലങ്ങളിൽ പോയിട്ടുണ്ട്. കേരളത്തില് എണ്ണി നോക്കിയാൽ മനസ്സിലാകും. ബാക്കിയുള്ള 140-ലും ഷാഫി എത്തേണ്ടതായിരുന്നു. ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുകൾ, ആദ്യം വരുന്ന പ്രോഗ്രാമുകൾ ഡിലേ ആകുന്നത് കാരണമാണ് ഈ പറയുന്ന 140 മണ്ഡലങ്ങളിലും ഷാഫി പറമ്പിൽ എത്താൻ സാധിക്കാതെ പോയത്. എന്നിട്ടും അയാൾ ഓടി 80 മണ്ഡലങ്ങളിലേക്ക് ഓടിയെത്തി. എന്നിട്ട് പറയാണ് ഷാഫി പോകുന്നിടത്ത് ഒരു ഭാഗത്ത് മുസ്ലിം വോട്ടുകൾ. എടോ, കേരളത്തിലെ മുസ്ലിം പ്രാതിനിധ്യം എത്രയാ? മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ UDF-നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രതിനിധി ഉണ്ടാകുമോ? അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? അതിന് മാത്രമല്ല, ഇയാള് ഈ പറയുന്ന പ്രചരണത്തിന് പോകുന്നിടത്ത് അങ്ങനെ ഏകീകരിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നിടത്തും ആ ഏകീകരണം ഉണ്ടാവണമല്ലോ അല്ലേ. അങ്ങനെ ഷാഫി മത്സരിച്ച ഇടങ്ങളിൽ ആ ഏകീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഷാഫി ഒരിക്കലും ഒരു ജനപ്രതിനിധി ആകുമായിരുന്നില്ല, ഷാഫി ഒരു MLA ആകുമായിരുന്നില്ല. പാലക്കാടിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയാ അല്ലേ. പാലക്കാട്ടിലെ മുസ്ലിം പ്രാതിനിധ്യം എത്രയാ? പാലക്കാട്ടിലെ ഹൈന്ദവ പ്രാതിനിധ്യം എത്രയാ? പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അവിടെ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നു, മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 തവണ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വിജയിച്ചു കയറുമോ? ഷാഫിയുടെ കിട്ടിയ വോട്ടുകളിൽ അത് ഹൈന്ദവൻ്റെതുണ്ട്, മുസ്ലിമിൻ്റെതുണ്ട്, ക്രൈസ്തവൻ്റെതുണ്ട്, മതമില്ലാത്തവൻ്റെതുണ്ട്, എല്ലാവരുടേതും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയല്ല വടകരയിലും. വടകരയിലെ സിറ്റുവേഷൻ ഒന്നും അറിയാത്തത് കൊണ്ടല്ലോ. വടകരയിൽ ഈ പറയുന്ന വടകര പാർലമെൻറ്റ് മണ്ഡലം, ഞാൻ വടകര എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആ വടകര ഉൾക്കൊള്ളുന്ന കൂത്തുപറമ്പാണ്, തലശ്ശേരിയാണ്, വടകരയാണ്, കുറ്റ്യാടിയാണ്, നാദാപുരമാണ്, പേരാമ്പ്രയാണ്, കൊയിലാണ്ടിയാണ്. വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലുള്ള മുസ്ലിം പ്രാതിനിധ്യവും ഹൈന്ദവ പ്രാതിനിധ്യവും ക്രൈസ്തവ പ്രാതിനിധ്യവും ഒക്കെ ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ ഡാറ്റകളുടെ ബേസിൽ ഈ വർത്താനം പറയാൻ സാധിക്കുമോ? അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്തടിസ്ഥാനമാണ് ഇതിനുള്ളത്? അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം താൻ വിലക്ക് വാങ്ങി എന്ന് കരുതിയിട്ട് അവിടെ കയറിയിരുന്നിട്ട് ഒരടിസ്ഥാനവും ഇല്ലാത്ത ചെറ്റത്തരം വിളിച്ചു പറയുന്ന പക്കാ ക്രിമിനൽ, ആ ക്രിമിനലിന്റെ മാധ്യമ സ്ഥാപനത്തെ തന്നെ ഒന്നടങ്കം ബഹിഷ്കരിക്കണ്ടേ, മാറ്റി നിർത്തേണ്ടേ? ഇവന്റെ കൂട്ടത്തിൽ നിന്ന് മൈക്കും തൂക്കുമായിട്ട് വരുന്ന ഏതവനാണെങ്കിലും കടക്ക് പുറത്ത്, പടിക്ക് പുറത്ത് നിർത്താൻ കഴിയണം. അതല്ലേ വേണ്ടത്? കൂട്ടത്തിൽ ഒരുത്തരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക ഒരു കാര്യവുമില്ലാതെ. ഞാൻ ഷാഫിയിൽ കണ്ട ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അയാൾ ഒരു സെക്യുലർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽ തന്നെ ചേർക്കണം, അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾ മുസ്ലിം അല്ലാത്തതുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾ ആഗ്രഹിക്കുന്നത് ഹൈന്ദവനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും താൻ പൊതുമേഖലയിൽ, പൊതുമധ്യത്തിൽ, പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. അവിടെ മനുഷ്യനോട് ചേർന്ന് നിൽക്കാനാണ് അയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാളെ ഇങ്ങനെ വർഗീയതയുടെ കാർഡ് ഇറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് ഒരു മാധ്യമ സ്ഥാപനം പുറത്തുവിടേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട അജണ്ടയാണോ ഇത്? ഇങ്ങനെയാണോ ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കേണ്ടത്? അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്താൻ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും എല്ലാവരും അതിന് തയ്യാറാവണമെന്നുള്ളതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റുള്ള മാധ്യമങ്ങളിലൂടെ പറയാം, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൂടെ പറയാം. നിങ്ങളുടെ സോഷ്യൽ മീഡിയക്ക് കിട്ടുന്ന റീച്ച്
നിങ്ങൾ പറയുന്നത് ഏത് മാധ്യമത്തിൽ പറഞ്ഞാലും അവിടെ കിട്ടുന്നുള്ളൂ. മാറ്റി നിർത്തണം ഇവറ്റകളെ. പടിക്ക് പുറത്ത് നിർത്താൻ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും നേതാക്കന്മാർ തയ്യാറാവണം എന്നുള്ളതാ.